പത്മയെ ഞാൻ തന്നെ കൊന്ന്. എന്നിട്ട് ആത്മഹത്യയാക്കാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി ഇട്ടു. എന്താ മതിയോ മറുപടി? അതെ, നീ വലിയ സാമർത്ഥ്യക്കാരിയല്ലേ. ആ മുരളി ചാടിച്ചു കൊണ്ടുപോയി മാപ്പ് സാക്ഷിയാക്കിയ സാമർത്ഥ്യക്കാരി. പത്മയെ ഇവൻ തന്നെയാ കൊന്നതും റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതും. നീ പോയി നിനക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ ചെയ്ത് കാണിക്കേ. എന്റെ അച്ഛൻ ബാക്കി നോക്കിക്കോളും. എന്താ മറുപടി കേട്ട് നിനക്കങ്ങ് ബോധിച്ചോ? അതോ ഇനിയും കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ചോദിക്കാനല്ല, പറയാനാ ഉള്ളത്. റെയിൽവേ ട്രാക്കിൽ നിന്നും കിട്ടിയ ബോഡി പത്മയുടേതല്ല. അച്ഛാ, ഇവക്ക് വട്ട. കേസ് കൈവിട്ട് പോകുന്നായപ്പോ പുതിയ ഉടായ്പായിട്ട് വന്നിരിക്കേ ഇവള്. കള്ളി, പേരും കള്ളി. കള്ളം പറയുന്ന ഞാനല്ല, ഈ നിൽക്കുന്ന നിന്റെ അച്ഛനും പുന്നാരാങ്ങളെയുവാ. റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയ ബോഡി നസീമ എന്ന് പറയുന്ന ഒരു തക്കല് സ്വദേശിയുടെയാ. അവര് വന്ന് ചിതയിൽ വെച്ച ബോഡി തിരിച്ചെടുത്തുകൊണ്ട് പോയി ഇന്നലെ തന്നെ. യഥാർത്ഥ പത്മയെ നിങ്ങൾ എന്തോ ചെയ്തിരിക്കുക. എന്നിട്ട് അത് മറയ്ക്കാൻ വേണ്ടിട്ടാ എന്തൊക്കെയോ പുതിയ നാടകങ്ങൾ കളിക്കുന്നത്. ഇപ്പൊ നിങ്ങളൊന്നും വിട്ടു പറയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അച്ഛനും മോനും ചെവി നുള്ളിക്കോ. പത്മയുടെ കാര്യത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ ഓരോന്നിനും എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും. കണക്ക് പറയിപ്പിക്കും ഞാൻ. അതിനുള്ള തെളിവും ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാം. ഇനി ഒരു വിചാരണയില് കാർത്തിക്കിനുള്ള ശിക്ഷ ജീവപര്യന്തമാ. ജീവപര്യന്തം. എടോ, ഞാൻ എന്തൊക്കെയാ ഈ കേക്കുന്നേ? അതിന് താൻ എന്താ കേട്ടതെന്ന് ആദ്യം എന്നോട് പറയേ, എന്നാലും എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. എടോ, അത് പിന്നെ ആ അഞ്ജലി ഇപ്പൊ ഇവിടെ വന്നിരുന്നു. അഞ്ജലിയോ? അവൾ എന്തിനാ അവിടെ വന്നത്? വന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത പറയാനാ. അത് കേട്ടിട്ടുള്ള ഷോക്കിലാ ഞാനിപ്പോ. എന്ത് വാർത്ത? എന്ത് ഷോക്ക്? താൻ കാര്യം പറയൂ കുറുപ്പേ. എടോ, റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയില്ലേ ആ ബോഡി? അത് പത്മയുടേതല്ല, ഒരു നസീമയുടേതാ. എന്താണോ താനീ പറയുന്നത്? ഏത് നസീമ? അത് താനീ പറയുന്നതിൽ എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവ് ഒഫീഷ്യലാ. വിളിച്ച് ഞാൻ അന്വേഷിച്ചു. പോലീസും നസീമയുടെ വാപ്പയും ഉമ്മയും കൂടി വന്ന ആ ബോഡി കൊണ്ടുപോയത്. അതെങ്ങനെ സംഭവിച്ചു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഒന്നും അങ്ങോട്ട് തിരിയുന്നില്ലടോ.
എടോ, നമ്മൾ അറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. അതല്ലടോ, താൻ പറഞ്ഞ പോലെ ഇപ്പൊ കിട്ടിയ ബോഡി പത്മയുടെ അല്ലെങ്കിൽ നമുക്ക് പണി കൂടുമല്ലോ കുറുപ്പ്. താൻ പറഞ്ഞത് ശരിയാ, നമ്മുടെ പണി ഏതായാലും കൂടും. പക്ഷേ ആ പണി അഞ്ജലിക്കിട്ടുള്ള മറ്റൊരു പണിയായിട്ട് മാറ്റുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. എന്താ അങ്ങനെ ഒരു മറ്റേ പണി? താൻ എന്തൊക്കെ പറയുന്നത്? പറയാനല്ല, ഈ കുറിപ്പ് ചെയ്യാനാ പോകുന്നത്. താൻ നോക്കിക്കോ, അവൾ ഇവിടെ വന്ന് എന്റെ മുഖത്തടിച്ചതുപോലെ ഇന്ന് പറഞ്ഞിട്ട് പോയ ആ ഡയലോഗിൽ അവൾക്ക് തന്നെ ഒരു കുരുക്ക് ഒളിച്ചിരിപ്പുണ്ട്. ആ കുരുക്ക് ഞാൻ അവളുടെ കഴുത്തിലോട്ട് തന്നെ അങ്ങ് തിരിച്ചിട്ടു കൊടുക്കും. എന്നിട്ട് ഞാൻ അതങ്ങ് മുറുക്കും. താൻ നോക്കിക്കോ. ചാകാത്ത പത്മയെ അന്വേഷിച്ച് ഇന്ന് അവള് ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതേ ആവശ്യം പറഞ്ഞ് മറ്റു ചിലര് കാക്കി യൂണിഫോം ഇട്ട് അവളുടെ വീട്ടിൽ കയറി ഇറങ്ങും ഉടനെ തന്നെ. ഇതേതാ ഈ നസീമ? ഇവളൊരുത്തില്ലായിരുന്നെങ്കിൽ എന്റെ പൊപ്പി കൊച്ചിപ്പോഴും ജീവനോടിരുന്നേന്. ഇവളൊറ്റ കാരണം എന്റെ മോള് ചത്തുപോയത്. ഇവളൊരു കാലത്തും ഗതി പഠിക്കത്തില്ല, ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. അമ്മായി, ഇത് കൊറേ നേരമായല്ലോ, എന്താ ഈ ആലോചിക്കുന്നത്? എന്നാലും അവളിപ്പോ എവിടെയായിരിക്കും? ജീവനോടെ ഉണ്ടോ അതോ? ഒന്നും ഓർത്തിട്ട് മനസ്സമാധാനം കിട്ടുന്നില്ല മോളെ. ഒപ്പം ആ സ്ത്രീ ആശുപത്രി വന്ന് കരഞ്ഞു കരച്ചിലും ശപിച്ച വാക്കും എല്ലാം കൂടെ ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല എനിക്ക്. ഇതിപ്പോ അത് തന്നെ ആലോചിച്ചോണ്ടിരുന്ന ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. നീ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ ശ്യാമളെ, വാ വന്നു വല്ലതും കഴിക്കാൻ നോക്ക്. ദേ ഇല്ലെങ്കിലേ ഇന്നലത്തെ പോലെ BP കൂടി മൂക്കും കുത്തി തറയിൽ വീഴും. പറഞ്ഞില്ലെന്ന് വേണ്ട. എനിക്കൊന്നും വേണ്ട ഇന്നലെ. വേണമെന്ന് വെച്ചാലും തൊണ്ടെന്നൊന്നും ഇറങ്ങില്ല. കണ്ണടയ്ക്കുമ്പോ ആ കൊച്ചിന്റെ മുഖം മുന്നിൽ. പിന്നെ എന്റെ അഞ്ജലിയെ അവര് മനന്നൊന്ന് പ്രാഗിട്ടാ പോയത്. അവരുടെ കണ്ണീരിന് ഞാനും എന്റെ മോളും വില കൊടുക്കേണ്ടി വരുമെന്ന എന്റെ ഇപ്പോഴത്തെ പേടി. അങ്ങനൊന്നും ഇല്ല അമ്മായി. പത്മയുടെ അപ്പച്ചി അവരുടെ സങ്കടം കൊണ്ട് പറഞ്ഞല്ലേ. അതിപ്പോ അമ്മായി ഒരു ശാപമായിട്ടൊന്നും കണക്കാക്കണ്ട. പത്മയെ നമ്മള് എങ്ങനെയാ നോക്കിയെന്ന് അവർക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട്. അതല്ലടി മോളെ, ഒരു തള്ളയുടെ മനന്നൊന്നുള്ള കരച്ചിലിന് പ്രാഗലിനേക്കാൾ ബലം ഉണ്ടാവും, അതുറപ്പാ. അതിനിപ്പോ പത്മ മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ ശ്യാമളെ. അപ്പൊ മരിച്ചിട്ടില്ലേ? അങ്ങനെ സ്ഥിരീകരിക്കാൻ തക്ക വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ സഹദേവന്റെ സഹോദരിയെ നാഗർകോവിലാണ് കെട്ടിച്ചു വിട്ടിക്കുന്നത്. സഹദേവന്റെ അളിയനാണെങ്കിൽ അവിടെ കോട്ടാർ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളാ. ആ വഴിക്ക് പത്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോന്ന് അറിയാൻ ഞാനൊന്ന് ശ്രമിച്ചു. എന്നിട്ട് വല്ല വിവരം കിട്ടിയോ? ഇല്ല, നമ്മൾ ഈ അറിഞ്ഞതൊക്കെ അവർക്കും അറിയാവൂ. കൂടുതൽ എന്തെങ്കിലും വിവരം കിട്ടിയാ അറിയിക്കാമെന്ന് പറഞ്ഞു. അതെ, ഇനിയെങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും ഇത് സീരിയസ് ആയിട്ടൊന്ന് കേൾക്കണം.
അഞ്ജലി ഈ പത്മ കേസ് ഏറ്റെടുത്തതാ നമ്മൾ ഈ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ആണോ അല്ലയോ നിങ്ങൾ പറ. അതുകൊണ്ട് ഇതിപ്പോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ എല്ലാവരും ചേർന്ന് അഞ്ജലിയെ ഇനിയെങ്കിലും ഈ കേസിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കണം. അവൾ ഈ കേസിൽ നിന്ന് മാറട്ടെ, അതോടെ തീരും എല്ലാ പ്രശ്നങ്ങളും. ഒപ്പം അവളെ എത്രയും വേഗം കെട്ടിച്ചു വിടാനുള്ള ഏർപ്പാട് ചെയ്യണം. അതാ നമുക്ക് എല്ലാവർക്കും നല്ലത്. ഇല്ലെങ്കിലേ ഇതുപോലെ ദുരന്തങ്ങളും ദുർനിമിത്തങ്ങളും ഒക്കെ ഇതുപോലെ ഒന്നിനു പുറകെ ഒന്നായി വന്നോണ്ടേയിരിക്കും. ദേ ശ്യാമള പേടിച്ചതുപോലെ ആ അപ്പച്ചിത്തള്ളയുടെ ശാപം നമ്മുടെ തലയിൽ വീഴാതിരിക്കാനാ ഞാനീ പറയുന്നേ. എന്താന്ന് വെച്ചാ നിങ്ങൾ തീരുമാനിച്ചോ. ആട്ടെ, അവന്മാരെ ഇനി കണ്ട തിരിച്ചറിയാൻ പറ്റുമോ? പറ്റും സർ. നമ്മുടെ സസ്പെക്ട് ലിസ്റ്റില് 1-2 പേരുണ്ട്. ഗുണ്ടാ ലിസ്റ്റിലുള്ള ചില നൊട്ടോറിയസ് ക്രിമിനൽസ്. ഒപ്പം വേറെയും ചിലരെ ഞങ്ങൾക്ക് സംശയമുണ്ട്. ആവശ്യമെങ്കിൽ ഒരു തിരിച്ചറിയൽ പരേഡ് നമുക്ക് വേണ്ടിവരും. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. ശരി സർ. എന്തായാലും താൻ റെസ്റ്റ് എടുത്തോളൂ. സ്റ്റേറ്റ്മെന്റ് എടുക്കൽ കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി നമുക്ക് അന്വേഷണം ഊർജിതമാക്കാം. താൻ ധൈര്യമായിട്ടിരിക്കേ. നന്ദൻ സാർ വന്ന മൊഴിയൊക്കെ എടുത്തു അല്ലേ? അമ്പാടി സ്റ്റേബിൾ ആയെന്ന് ഡോക്ടർ അറിയിച്ച പാടെ ഞങ്ങളിങ്ങ് പോന്നു. സ്റ്റേറ്റ്മെന്റ് എടുത്താൽ മാത്രമല്ലേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. പിന്നെ നിങ്ങൾക്ക് ആശ്വാസത്തിന് വകയുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. സർ. ആംബുലൻസിൽ ഇവിടെ നിന്നും കൊണ്ടുപോയത് തക്കല സ്വദേശി നസീമയുടെ ബോഡി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ദാറ്റ് മീൻസ് പത്മയുടെ കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു ഹോപ്പുണ്ട് എന്നാണ്. കേട്ടോടാ നീ? അതെ, നിങ്ങൾ വരുന്നതുവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമ എനിക്കുണ്ടായില്ല. സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വന്ന പാടെ അമ്പാടിയോട് അക്കാര്യം ഞാൻ പറഞ്ഞു. പാവത്തിനൊരല്പം ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. അപ്പൊ സർ, നസീമ? അതിന്റെ കാര്യം അല്പം കഷ്ടമാ. ഈ നസീമ തക്കരയിലുള്ള പെൺകൊച്ച. അതിനെ കെട്ടിച്ചു വിട്ടത് നാഗർകോവിലിനടുത്ത് പാർവതിപുരത്തേക്കും. ഭർത്താവ് സൗദിയില. സ്ത്രീധനത്തിന്റെയും സംശയത്തിന്റെയും പേരില് ഭർത്താവിന്റെ വീട്ടുകാര് ആ കൊച്ചിനെ എന്നും ഉപദ്രവിക്കുമായിരുന്നു. ഒടുവിൽ സഹിക്കാൻ വയ്യാതായപ്പോ ആ കൊച്ച് ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ട്രെയിനിന് മുന്നിൽ പോയി ചാടി. ആത്മഹത്യാക്കുറിപ്പ് വൈകിയാണ് ലഭിച്ചത്. അപ്പോഴാണ് കാര്യങ്ങളുടെ ഉള്ളുകള്ളി മനസ്സിലായത്. കഷ്ടായിപ്പോയി. അമ്പാടി തക്കല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പത്മയുടെ കാര്യം റിപ്പോർട്ട് ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് നസീമയുടെ കേസും അവിടെ റിപ്പോർട്ടാവുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെയുള്ള സാറന്മാർ അത് പത്മയാണെന്നങ്ങ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിന്റെ പൊല്ലാപ്പുകളാ നമ്മളിപ്പോ ഈ കണ്ടതും കേട്ടതും ഒക്കെ. ഏതായാലും മരിച്ചത് പത്മയല്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ ആശ്വാസമായി സർ. പക്ഷേ ഇപ്പൊ കിട്ടിയ ബോഡി പത്മയുടേതല്ലാന്ന് സ്ഥിരീകരിക്കാൻ മാത്രമേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. ഷീ സ്റ്റിൽ മിസ്സിംഗ്. ഐ മീൻ, പത്മ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും പറയാറായിട്ടില്ല എന്നർത്ഥം. മനസ്സിലായി സർ. സർ,
ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഞങ്ങളൊന്ന് സംഭവ സ്ഥലം വരെ പോയി കാര്യങ്ങൾ നേരിട്ട് അന്വേഷിച്ചാൽ കുഴപ്പം വല്ലതും ഉണ്ടാവോ? അല്ല, മറ്റൊന്നുമല്ല, പത്മയെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടുമെന്നറിയാനായി ജസ്റ്റ് ഒരു ട്രൈ. ഈ അന്വേഷണമൊക്കെ പോലീസിന്റെ പണിയാ. ഏതായാലും ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. യു ക്യാൻ പ്രൊസീഡ്. ഞങ്ങൾ ഞങ്ങളുടേതായ വഴിയിൽ അന്വേഷിക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ശ്രമിക്കുക. എന്താ വക്കീലേ? ഷുവർ സർ. രാജീവ് പറഞ്ഞത് നല്ലൊരു കാര്യമായിട്ടാ എനിക്കും തോന്നിയത്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് ശ്രമിച്ചു നോക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹിന്റ് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. ഉറപ്പായും സർ. അപ്പോ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. മൂർത്തീസ് ജ്വല്ലറിയിൽ അക്ഷയ തൃതീയ ഓഫർ തുടരുന്നു. പഴയ കുറച്ച് ഗോൾഡ് കൊടുത്തിട്ട് പുതിയത് വാങ്ങാറായി. നോക്കാം. മനം പോലെ മംഗല്യം തേടി യുവതി യുവാക്കൾ. സമൂഹ വിവാഹം. ഓ ചവറ്. എന്റെ ദൈവമേ, ഇത് അർജുനും അഞ്ജലിയും അല്ലേ? അതെങ്ങനെ സംഭവിക്കും? മനം പോലെ മംഗല്യം തേടി യുവതി യുവാക്കൾ. അനന്തു ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച സമൂഹ വിവാഹ വേദിയിലാണ് നിർധനരായ 10 യുവതി യുവാക്കൾക്ക് മംഗല്യ സൗഭാഗ്യം ഉണ്ടായത്. സൗപർണിക ഹാളിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നവവധൂവരന്മാർക്ക് ആശംസകൾ നേരാൻ 100 കണക്കിന് പൗരപ്രമുഖർ എത്തിച്ചേർന്നു. നിർധനരായ യുവതി യുവാക്കളോ? അതിലെങ്ങനെ അർജുനും അഞ്ജലിയും? ഇനി ഇത് അവരല്ലേ? വധൂവരന്മാർക്ക് ആശംസകൾ നേർന്ന് അനന്തു രക്ഷാധികാരി കൂടിയായ വിശ്വംഭര കുറുപ്പ് MP. കുറുപ്പങ്കളാണല്ലോ ഈ സംഘടനയുടെ രക്ഷാധികാരി. അപ്പൊ പിന്നെ അർജുൻ? ഏതായാലും അങ്കിളിനൊന്ന് വിളിക്കാം. അനുപമയാണല്ലോ. ഈശ്വര, ഇനി എന്ത് വള്ളിക്കെട്ട് ഒപ്പിക്കാനാണോ ദൈവളിപ്പ് വിളിക്കുന്നത്? ആ മോളെ അനുപമേ. അങ്കിളെ, അങ്കിള് തിരക്കിലാണോ? തിരക്കില്ലെങ്കിൽ എനിക്ക് 1-2 കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. രാഷ്ട്രീയക്കാരോട് തിരക്കൊഴിഞ്ഞിട്ട് സംസാരിക്കാൻ നിൽക്കുന്നതും തിര അടങ്ങിയിട്ട് കടല് കാണാൻ നിൽക്കുന്നതും ഒരുപോലെ തന്നെയാ. രണ്ടും നടക്കില്ല. മോള് കാര്യം പറ. എനിക്ക് പോയിട്ട് ഒരുപാട് പാർട്ടി കാര്യങ്ങൾ തീർക്കാനുള്ളതാ. അല്ല, ഈ അനന്തു ചാരിറ്റബിൾ സൊസൈറ്റിയും അങ്കിളും തമ്മിൽ എന്താ ബന്ധം? ഓ, അതായിരുന്നോ കാര്യം? നിന്റെ വിളി കണ്ടപ്പോ ഞാൻ ഏതാണ്ട് പുതിയ വള്ളിക്കെട്ടുപെട്ട് വരുന്നു എന്നാ പേടിച്ചത്.
ഈ അനന്തു നമ്മുടെ പാർട്ടിയുടെ തന്നെ ചെറിയൊരു സെറ്റപ്പാ. അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സന്നദ്ധ സേവനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ചെറിയ ഒരു ഏർപ്പാട്. ഈ വിദേശത്തു നിന്നൊക്കെ അല്പസ്വല്പം ഫണ്ടും കിട്ടുമെന്ന് കൂട്ടിക്കോ. രാഷ്ട്രീയമല്ലേ മോളെ, അപ്പൊ പിന്നെ ഇങ്ങനെ ചില പൊടിക്കൈകളൊക്കെ വേണ്ടി വരും. ഫീൽഡിൽ പിടിച്ചു നിക്കണ്ടേ? ഏത് അതൊക്കെ ശരി. അല്ല, അങ്കിളിന്റെ ഈ സംഘടനയില് അടുത്തിടെ ഒരു സമൂഹ വിവാഹം സംഘടിപ്പിച്ചായിരുന്നോ? ആ അതെ, സംഘടിപ്പിച്ചിരുന്നു. മനം പോലെ മാംഗല്യം. നമ്മൾ അർജുൻ കാവ്യ കല്യാണം പ്ലാൻ ചെയ്ത അതേ ദിവസം തന്നെയാ അത് നടന്നത്. കേന്ദ്രമന്ത്രിയൊക്കെ വരേണ്ടിയിരുന്ന വലിയ പരിപാടിയായിരുന്നു. അവസാന നിമിഷം അങ്ങേരങ്ങ് പിന്മാറി. പിന്നെ നമ്മുടെ അന്നത്തെ പ്രശ്നങ്ങളൊക്കെ വന്നതോടെ എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റിയില്ല. ആ എന്തു പറയാനാ, തലവിധി. നല്ലൊരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പരിപാടിയായിരുന്നു. ആകെ കുളവായി. അല്ല, മോളെന്താ അതേപ്പറ്റി ചോദിച്ചേ? അത് പിന്നെ അങ്കിളെ, വേണ്ട, ഇപ്പൊ ഏതായാലും ഇതാരോടും പറയാൻ നിക്കണ്ട. ഹലോ, കേൾക്കുന്നുണ്ടോ? മോളെ എന്തിനാ അതിനെക്കുറിച്ച് ചോദിച്ചതെന്ന്? എന്താ കാര്യം? അല്ലെങ്കിലേ, ഞാൻ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു. അതിൽ അങ്കിളുടെ ഫോട്ടോ കണ്ടപ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്കാന്ന് കരുതി. ഓ അങ്ങനെ. ഞാൻ അതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ലെന്നേ. എനിക്ക് അല്ലെങ്കിൽ തന്നെ എവിടുന്ന വായിക്കാനൊക്കെ സമയം. അല്ല, ഈ സമൂഹ വിവാഹത്തിൽ പങ്കെടുത്തവരൊക്കെ നിർധനരായ ചെറുപ്പക്കാർ തന്നെയാണോ? എവിടുന്ന ഇങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യുന്നേ? പല പല ജില്ലകളിൽ നിന്നായിട്ട് നമ്മുടെ പാർട്ടിക്കാർ തന്നെ കണ്ടെത്തിയ 10 യുവതി യുവാക്കളാ അതില് പങ്കെടുത്തത്. അതില് 3-4 എണ്ണമൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്തെടുത്ത ഏർപ്പാടാ. നേരത്തെ കല്യാണവും കഴിച്ച് 1-2 പിള്ളേരും ഒക്കെ ഉള്ളവര്. അല്ല, മോളെന്താ ഇതൊക്കെ ചോദിക്കാൻ കാര്യം? ഒന്നുമില്ല, ഞാനിങ്ങനെ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോ ഒരു കൗതുകം തോന്നി വെറുതെ ചോദിച്ചതാ. എന്നാ പിന്നെ ശരി, ആയിക്കോട്ടെ. പാർട്ടിക്കാര് പറഞ്ഞുവിട്ട നിർധനരായ യുവതി യുവാക്കൾ, അതില് 3-4 എണ്ണം പാർട്ടിക്കാര് സെറ്റ് ചെയ്ത് നടത്തിയ കല്യാണം. 2ലും അർജുൻ ഉൾപ്പെടാൻ ഒരു സാധ്യതയുമില്ല. അപ്പൊ പിന്നെ തൽക്കാലം ഈ നടന്ന കല്യാണ കഥ ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ദൈവമേ, അതിന്റെ കോപ്പി ഒന്നും ഇവിടെ ഉള്ള ആർക്കും കിട്ടാതിരുന്നാ മതിയായിരുന്നു. ഈ ഫോട്ടോ നോക്കട്ടാ. നിങ്ങൾ ആ കുളിമുറി വരെ തുറന്നു വേണം തപ്പാൻ. പറയാൻ പറ്റത്തില്ല അവളെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്.